മലയാളികൾ വീണ്ടും കുവൈറ്റ് ബാങ്കിനെ പറ്റിച്ചതായി പരാതി. കുവൈറ്റിലെ അൽ അഹ്ലി ബാങ്കാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് 13 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കുവൈറ്റിൽ ജോലിക്കെത്തിയ ശേഷം വൻതുക ലോൺ എടുത്ത ശേഷം മുങ്ങിയെന്നാണ് പരാതിയിലുള്ളത്. 25 ലക്ഷം മുതൽ 2 കോടി വരെ ലോൺ എടുത്തുവെന്നാണ് അധികവും. എന്നാൽ കേസുകൾ കൂടുതലും കോട്ടയം ജില്ലയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതായിട്ടാണ് വിവരം. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പാലിയേക്കര ടോൾ പിരിവ് നിരോധനം വീണ്ടും നീട്ടി ഹൈക്കോടതി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന പലയിടത്തും യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന തൃശൂർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പരിശോധിച്ചാണ് ടോൾ നിരോധനം കോടതി നീട്ടിയത്. കേസ് വീണ്ടും ഈ മാസം 30-ന് പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി എന്ത് നടപടികൾ സ്വീകരിച്ചുവെന്ന് അറിയിക്കണമെന്ന് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുസ്താഖ്, ഹരിശങ്കർ വി മേനോൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ഗതാഗത കുരുക്കുണ്ടാകുന്നത് ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റ് 6 മുതൽ പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം വെങ്ങാനൂരിൽ ആഹാരം കഴിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ചു. KSRTC ഉദ്യോഗസ്ഥനായ സതീശന്റെ മകൾ വൃന്ദയാണ് മരിച്ചത്. കുഴഞ്ഞു വീണ ഉടൻ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 5ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് വൃന്ദ. മുറിയിൽ നിന്ന് മയങ്ങാനുള്ള മരുന്നുകൾ കണ്ടെടുത്തിട്ടുണ്ട്. ലഹരി കച്ചവടം നിയന്ത്രിച്ചത് ഒമാനിൽ നിന്ന്. മുത്തശ്ശിയുടെ അക്കൗണ്ട് വഴി പണമിടപാട് നടത്തി MDMA കേസിൽ മുഖ്യപ്രതി ഹരിത പിടിയിൽ. മങ്ങാട് സ്വദേശി ഹരിത വിദേശത്തിരുന്നാണ് MDMA കച്ചവടം നിയന്ത്രിച്ചത്. കഴിഞ്ഞ 2 മാസം മുൻപാണ് കൊല്ലം കുന്തളത്താഴത്ത് വെച്ച് അഖിൽ ശശിധരൻ എന്നയാളെ കൊല്ലം സിറ്റി ഡാൻസ് ആപ്പ് സംഘം പിടികൂടുന്നത്. ഇയാളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യപ്രതി ഹരിതയിലേക്ക് സംഘം എത്തുന്നത്. ഒമാനിലുള്ള ഹരിത കേരളത്തിലെ യുവാക്കളെ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നിയന്ത്രിക്കുന്നതായി അന്വേഷണത്തിന് വിവരം ലഭിച്ചു. കേസിൽപ്പെട്ട പ്രതികളെ ഇറക്കാനായി കേരളത്തിലെത്തിയ ഹരിതയെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. പിന്നാലെയാണ് പ്രത്യേക സംഘം കൊല്ലം ജില്ലാ ജയിൽ പരിസരത്ത് വെച്ച് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരത്ത് കുഞ്ഞിനോട് ക്രൂരത. 2.25 വയസ്സുള്ള കുട്ടിയെ അധ്യാപിക മുഖത്തടിച്ചതായി പരാതി. പ്രവീൺ നാൻസി ദമ്പതികളുടെ കുഞ്ഞായ ഇന പ്രവീണിനാണ് മർദ്ദനമേറ്റത്. മൊട്ടമൂട് പറമ്പിക്കോണം അങ്കണവാടിയിലെ അധ്യാപികയാണ് കുട്ടിയെ അടിച്ചതെന്ന് ദമ്പതികൾ പറയുന്നു. അധ്യാപിക അടിച്ചുവെന്ന് മകളാണ് പറഞ്ഞതെന്ന് പ്രവീൺ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. കുട്ടിയെ തൈക്കാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയെന്ന് സംബന്ധിച്ച് സെബാസ്റ്റ്യൻ. ജൈനമ്മ കൊലക്കേസിൽ ചോദ്യം ചെയ്യലിനിടെയാണ് സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയത്. സെബാസ്റ്റ്യന്റെ കുറ്റസമ്മതമൊഴി കോടതിയിൽ ഹാജരാക്കി. കുറ്റസമ്മതമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സെബാസ്റ്റ്യനായുള്ള കസ്റ്റഡി അപേക്ഷ നൽകിയത്. കൊലപാതകത്തിന്റെ തെളിവിനു വേണ്ടി സെബാസ്റ്റ്യനെ വേളാങ്കണ്ണിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അസ്ഥികഷ്ണങ്ങൾ വേളാങ്കണ്ണിയിൽ ഉപേക്ഷിച്ചതായാണ് സൂചന. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ച സ്വർണ്ണവിലയിൽ ഇന്ന് കനത്ത ഇടിവ്. പവന് 680 രൂപ കുറഞ്ഞതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 84,000-ൽ താഴെയെത്തി. 83,920 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 85 രൂപയാണ് കുറഞ്ഞത്. 10,490 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. ഈ മാസം ആദ്യം 77,640 രൂപയായിരുന്നു സംസ്ഥാനത്തെ സ്വർണ്ണവില. സെപ്റ്റംബർ 9-നാണ് സംസ്ഥാനത്തെ സ്വർണ്ണവില 80,000 പിന്നിട്ടത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ചൊവ്വാഴ്ച രേഖപ്പെടുത്തിയ 84,840 രൂപയാണ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വില. എന്നാൽ ഇന്നലെ മുതലാണ് വില കുറയാൻ തുടങ്ങിയത്.